ഹായ് ഓൾ, നമുക്കിന്ന് എയർ ഫ്രയറിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റിലും ചിക്കൻ എങ്ങനെ ഗ്രിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. എൻ്റെ അടുത്ത് 800 ഗ്രാം സ്കിന്നോട് കൂടിയ ചിക്കൻ 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയ ചിക്കൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി മസാല പുരട്ടുന്നതിനായിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇടുക. അതിനുശേഷം മല്ലിപ്പൊടി 3/4 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി, അത് ഒരു സ്പൂൺ. പിന്നെ സാദാ മുളക് പൊടി 1/4 സ്പൂൺ ഇടണം, എരിവിന് വേണ്ടിയിട്ടാണ്. ഇതിനധികം എരിവില്ലാത്തതാണ് നല്ലത് ഈ റെസിപ്പിക്ക്. പിന്നെ ചേർക്കേണ്ട ഗരം മസാലയാണ് 1/2 സ്പൂൺ വീട്ടിൽ പൊടിച്ച ഗരം മസാല ചേർക്കുക. വീട്ടിൽ പൊടിച്ചായിരിക്കും ടേസ്റ്റ് എപ്പോഴും. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്, ഇത് ഒഴിവാക്കാൻ പാടില്ല. 3.5 സ്പൂൺ കട്ടി തൈര്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതുണ്ടാക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രമിക്കുക. തൈര് ഉപയോഗിച്ചുകൊണ്ട് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും നല്ല സോഫ്റ്റായിട്ടും തന്നെ ഇരിക്കും. പിന്നെ വേണ്ടത് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്. നിങ്ങൾ ഒട്ടും ഓയിൽ ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലപോലെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും എല്ലാ മസാലയും യോജിക്കുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാ ചിക്കൻ പീസിലേക്കും നമ്മുടെ ഫോർക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാൻ ശ്രമിക്കുക. മസാല ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ. അപ്പം എത്ര പീസുണ്ടോ അത്രയും പീസിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോർക്ക് ഇറക്കി കൊടുക്കുക. അതിനുശേഷം മസാലയിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ടിട്ടിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല പിടിക്കാൻ നന്നായിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കണ്ടില്ലേ, മസാല എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് മിനിമം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ എയർ ഫ്രയറാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ പുറകോട്ട് വലിക്കുമ്പോൾ നമുക്ക് ആ ഐറ്റംസ് ഇടാനുള്ള ഭാഗം ഓപ്പണായി കിട്ടും. ജസ്റ്റ് ആവശ്യം കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ അത് ഫ്രണ്ടിലേക്കാക്കി ജസ്റ്റ് ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തിയാൽ കിട്ടും. പിന്നെ അത് കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ ലോക്ക് ആയിക്കോളും. പിന്നെ അത് മൂവ് ആവില്ല. പിന്നെ ജസ്റ്റ് നമുക്ക് ആ ഐറ്റംസ് വെച്ചിട്ട് അകത്തേക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ എയർ ഫ്രയറിൻ്റെ പരിപാടി. ഇതിപ്പോൾ കണ്ടില്ലേ, ചിക്കന് 180 ഡിഗ്രി സെൽഷ്യസ് 15 to 22 മിനിറ്റ്സ് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 പീസേ അതിൽ കൊള്ളുകയുള്ളൂ, അതുകൊണ്ട് 2 പീസ് ഇട്ട് കൊടുക്കുക. ഓവർലാപ്പ് ചെയ്തൊരിക്കലും വെക്കരുത്. അത് കഴിഞ്ഞതിന് ശേഷം ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ചിക്കൻ്റെ ടൈമും ടെമ്പറേച്ചറും പറഞ്ഞിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 to 22 മിനിറ്റ്സാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ അതിൻ്റെ അകത്തേക്ക് വെക്കാം. അകത്തേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ലൈറ്റ് തെളിഞ്ഞ് വരും. നമ്മൾ ഓൾറെഡി സ്വിച്ച് ഓൺ ആണ്, അതുകൊണ്ടാണ് ലൈറ്റ് തെളിഞ്ഞ് വരും. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് ചിക്കൻ ചെക്ക് ചെയ്യാവുന്നതാണ്. 22 മിനിറ്റ്സ് കഴിഞ്ഞല്ല, അതിന് മുന്നേ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുക നമുക്ക് വേണ്ട പാകമായിട്ടുണ്ടോയെന്ന്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്ന സ്റ്റേജാണ് ഇപ്പം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ചിക്കൻ തിരിച്ചിടണം. അതൊരു ടോങ്സ് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ തിരിച്ചിടുന്നത്. കാരണം എന്ന് വെച്ചാൽ ചൂടുണ്ടാവും. ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ സൂക്ഷിക്കണം. ഇതിപ്പോൾ 2 ചിക്കൻ പീസും തിരിച്ചിട്ടു. ഇനി ഇത് വീണ്ടും ആ ടൈം സെറ്റ് ചെയ്തിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡ് കുക്ക് ചെയ്യാനാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണ്ട ഹെൽത്തി ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്.
ഇപ്പം നമ്മുടെ എയർ ഫ്രയറിൽ ചിക്കൻ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിലൊക്കെ ടേസ്റ്റിയാണ്, ഹോം മെയ്ഡ്. ഇത് കുബൂസ്, ചപ്പാത്തി, നാൻ അങ്ങനെ എന്ത് ബ്രെഡിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. അതല്ല വെറുതെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്. മയണൈസ് കോമ്പിനേഷനിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.